ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, ഇതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു അൺജസ്റ്റിഫയബിൾ ഡിലേ, നീതീകരിക്കാനാകാത്ത ഒരു കാലതാമസം ഈ കേസിന്റെ വിചാരണയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതികളുടെ, പ്രത്യേകിച്ച് 8ാം പ്രതി ദിലീപിന്റെ ഒക്കെ ഒരു ഡിലേയിങ് ടാക്ടിക്സ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ? അല്ല, ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ കാര്യം, ബഹുമാന്യ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച ഒരു വസ്തുതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സംസ്ഥാന ഗവൺമെൻറ് ഈ കേസിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലെടുത്ത ഒരു നിലപാടാണ്. കാരണം ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അതിജീവിതരോടൊപ്പം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗോപികൃഷ്ണനോട് സൂചിപ്പിച്ചതുപോലെ കേരള ചരിത്രത്തിൽ ഇത്രയേറെ ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയമല്ല, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 1957 കേരളം രൂപീകൃതമായതിനു ശേഷം നാളിതുവരെ കേരളത്തിലെ ഏത് സെൻസേഷണൽ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാലും ഇത്രയേറെ ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു കേസ്. എന്തുകൊണ്ടാണ് ഉണ്ടായതിനെക്കുറിച്ചൊന്നും അഭിപ്രായം ഞാൻ പറയുന്നില്ല, പക്ഷേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കറിയാം, 3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ ഏതെങ്കിലും കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആദ്യം ഒരു കേസിൽ ഈ കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. തൃശ്ശൂരിലെ പ്രമുഖനായ അഭിഭാഷകൻ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള നിരവധി കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി തഴക്കവും പഴക്കവുമുള്ളയാൾ, അദ്ദേഹം ഈ കേസിൽ നിന്ന് സ്വമേധയാ രാജിവെച്ചു പോയ സാഹചര്യമുണ്ടായി. രണ്ടാമത് CBIയിലെ നിരവധി വർഷം CBI പ്രോസിക്യൂട്ടറായിരുന്ന വ്യക്തിയെ ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. അദ്ദേഹം രാജിവെച്ചു പോയ സന്ദർഭമുണ്ടായി. മൂന്നാമതാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കപ്പെട്ടത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട്, ഞാൻ പറയുന്നില്ല, മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് ഈ കേസിൻ്റെ വിചാരണ അനന്തമായി നീണ്ടുപോയി എന്നുള്ളതാണ് ഒരു വസ്തുത. ആ അനന്തമായി വിചാരണ നീണ്ടുപോയപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ രഞ്ജിത്ത് കുമാർ എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകൻ, സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഈ കേസിൽ സുപ്രീം കോടതി മുമ്പാകെ അപ്പിയർ ചെയ്തത്. സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ജാമ്യം കൊടുക്കുന്നതിനെ എതിർത്തു. പക്ഷേ 90 ദിവസത്തിനുള്ളിൽ ഈ കേസിൻ്റെ വിചാരണ തീരുമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് അസന്നിഗ്ധമായി പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് സുപ്രീം കോടതിക്കും ബോധ്യമുള്ളതാണ്. കാരണം പരിണതപ്രജ്ഞനായ ന്യായാധിപരാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായിരിക്കുന്നത്. അവർ തന്നെ ഈ കേസിൻ്റെ വാദമുഖത്തിനടുത്ത് ചോദിച്ചു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ക്രോസ് വിസ്താരം 84 ദിവസം കഴിഞ്ഞിട്ടും തീരാത്ത ഒരു കേസിൽ ഇനിയും ഈ കേസിൻ്റെ ഫൈനൽ ഹിയറിങ് എത്ര ദിവസം എടുക്കും എന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ സുപ്രീം കോടതിക്ക് ഇതെല്ലാം അറിയാം. കാരണം ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വിസ്താരം 84 ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും അത് ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. ആ കേസിലെ ഇനിയും തീർന്നിട്ടില്ല. ഇനി അടുത്തത് പ്രതികളുടെ 313 സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. അതായത് ഈ പ്രതികളുടെ അടുത്ത് ഇൻക്രിമിനേറ്റിംഗ് മെറ്റീരിയൽസ് എനി ബ്രോട്ട് ഔട്ട് ഇൻ എവിഡൻസ്, അതായത് പ്രോസിക്യൂഷൻ്റെ എവിഡൻസിലെ പ്രതികൾക്ക് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എവിഡൻസ് എത്ര പേജ് കാണും, അതെല്ലാം ഓരോ പ്രതികളുടെ അടുത്തും ചോദിക്കണം. അത് തന്നെ എത്ര ദിവസം എടുക്കും? അതിനുശേഷം ഡിഫൻസ് എവിഡൻസ്, പ്രതിഭാഗത്തിൻ്റെ തെളിവിന് വേണ്ടി കേസ് പോസ്റ്റ് ചെയ്യും. പ്രതിഭാഗത്തിന് തെളിവുണ്ടാകും. ആ പ്രതിഭാഗം സാക്ഷികളെ വിസ്തരിക്കണമെങ്കിൽ സമൻസ് പോയി വരണ്ടേ? അതിന് ദിവസങ്ങളെടുക്കില്ലേ? അതിനുശേഷം വാദമുണ്ടാകും. ഈ വാദം 2800-ഉം 1200-ഉം പേജുകൾ വരുന്ന ഈ മൊഴി പകർപ്പുകൾ തന്നെ കോടതി മുമ്പാകെ വായിക്കാൻ തന്നെ എത്ര ദിവസം എടുക്കും? എനിക്ക് തോന്നുന്നു ഒരു സംശയവും വേണ്ട, മാസങ്ങൾ തന്നെ ഈ കേസിൻ്റെ വാദം നീണ്ടുപോകും. അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല ഞാൻ പറയുന്നത്, പോകും. കാരണം അത്രത്തോളം വോളിയംനെസ് ആയിട്ടുള്ള എവിഡൻസ് വന്നിട്ടുള്ള കേസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഈ 2-3 മാസം ഡെലിബറേറ്റ് ആക്ഷൻ ഫോർ ഡിലേയിങ് എന്നാണോ നമ്മൾ അതിനെ കാണേണ്ടത്? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപികൃഷ്ണൻ, ഞാൻ ഉൾപ്പെടെയുള്ള ഈ ആളുകൾ ഈ പാനൽ ചർച്ചയിൽ പല ചാനലുകളിലും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പല കാര്യങ്ങളും എടുക്കുമ്പോൾ പലരും പറയുന്നുണ്ട് ഇത് 8ാം പ്രതിക്ക് ഈ 1 മുതൽ ഈ പറയുന്ന സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ അവർ കൃത്യത്തിൽ പെട്ടവരാണ്, അവർക്കെതിരെ തെളിവുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോസിക്യൂഷൻ എവിഡൻസ് ആകെ ഷെയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഷെയ്ക്കിങ്ങിൻ്റെ ബെനിഫിറ്റ് ഒരു സംശയവും വേണ്ട ഈ കേസിലെ എല്ലാ പ്രതികൾക്കും കിട്ടും. അത് എങ്ങനെ കിട്ടും, ഏത് അർത്ഥത്തിൽ കിട്ടും ഒന്നും പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലേ ഇപ്പോൾ 1ാം പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. കാരണം ഈ കേസ് ഡിലേഡായി എന്നൊരു വസ്തുതയാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇത് ഡിലേ ചെയ്യരുത്, ഇങ്ങനെ ഡിലേ ആയി പോയാൽ ഇതിൻ്റെ ബെനിഫിറ്റ് പ്രധാന പ്രതികൾക്ക് ഉൾപ്പെടെ കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു ബെനിഫിറ്റായി മാത്രമേ ഈ 1ാം പ്രതി കിട്ടിയ ജാമ്യത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കേസ് അനന്തമായി നീണ്ടുപോയതിൻ്റെ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒന്നും കുറ്റമല്ല, അനന്തമായി നീണ്ടുപോയതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസിലെ 1ാം പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അത് സത്യമാണ്.
സുപ്രീം കോടതിയിൽ സർക്കാരിന് അപ്പീൽ പോകാനുള്ള അവസരമുണ്ടോ? എന്റെ നിയമത്തിന്റെ അറിവുറവുകൊണ്ട് ചോദിക്കുന്നതാണ്. സർക്കാരിന് അപ്പീൽ പോകാൻ അവസരമുണ്ടോ? സുപ്രീം കോടതി സാധാരണമായ കണ്ടീഷൻസിൽ എങ്ങനെ പോകുന്ന പ്രീസിഡൻസ് ഇല്ലേ? അപ്പീൽ പോകാനുള്ള അല്ല, എനിക്ക് തോന്നുന്നു അപ്പീൽ പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ കഴിയുമായിരിക്കും. സുപ്രീം കോടതി തന്നെ ഒരു ബെഞ്ച് തള്ളിയ കേസ് മാത്രമല്ല ഇനി തമ്പി സാർ, എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന് മുന്നിലുള്ള ഒരു കാര്യം, വിചാരണ കോടതിയിൽ സ്വാഭാവികമായിട്ടും ഈ ജാമ്യ വ്യവസ്ഥകൾ, ഉപാധികൾ, അത് കർശനമായ ഉപാധികൾ വെക്കാം സർക്കാരിന് എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ് തീർച്ചയായിട്ടും. അതെ, അതാണ് തീർച്ചയായിട്ടും വെക്കാൻ കഴിയും. കാരണം ഉദാഹരണത്തിന് എല്ലാ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യണം, അയാളുടെ ഡെയിലി അയാളുടെ അഡ്രസ്സ്, മൊബൈൽ ഫോൺ, അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഈ പറയുന്ന പോലെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ സ്റ്റേറ്റിന് അത് ആവശ്യപ്പെടാൻ കഴിയും. വിചാരണ കോടതി അതെല്ലാം പരിഗണിക്കണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.